ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലുള്ള ഒരു വാഴ കർഷകൻ്റെ അടുത്താണുള്ളത്. നമ്മൾ ഈ വാഴ ലാസ്റ്റ് ഒരു മാസം മുന്നേ വന്ന സമയത്ത് ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഫോസ്ഫറസിൻ്റെ ഒരു ഫിക്സേഷൻ കൂടിയൊരു ഏരിയ ആണിത്. അപ്പോൾ എന്താ വെച്ചാൽ മണ്ണിൻ്റെ അകത്തേക്ക് വേരുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മണ്ണിൻ്റെ അകത്ത് നമ്മുടെ പുളിപ്പും ഇതിൻ്റെ പ്രശ്നം ഉണ്ടായ ഒരു വാഴയായിരുന്നത്. അപ്പം നമ്മളുടെ വീഡിയോൻ്റെ അകത്തൊക്കെ നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ആ തരത്തിൽപ്പെട്ട ഒരു വാഴയാണിത്. അപ്പോൾ ഈ വാഴേൻ്റെ അകത്ത് നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയോടൊപ്പം തന്നെ ഫോസ്ഫറസിൻ്റെ ഫോസ്ഫറസ് സോലുബിലൈസിങ് ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്രാനുവൽ വളം, അതായത് പിന്നെ പോസ്റ്റർ എന്നുള്ള വളം നമ്മൾ ഏകദേശം ഒരു 4 കിലോയുടെ വളമാണ്. ആ വളം വാഴയ്ക്ക് ഏകദേശം ഒരു 20 ഗ്രാം കിട്ടുന്ന രീതിയിൽ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടാൻ വേണ്ടി ശുപാർശ ചെയ്യാനാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു റിസൾട്ടാണിത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അസറ്റോബാക്ടർ അടങ്ങിയിട്ടുള്ള സോയിൽ ശക്തി അതും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു വാഴയ്ക്ക് ഒരു 20 ഗ്രാം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ശുപാർശ ചെയ്തത്. അത് രണ്ടും ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ വാഴേൻ്റെ അകത്ത് വന്ന വ്യത്യാസമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വാഴേൻ്റെ അകത്ത് നമുക്ക് കാണാം, മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അതേപോലെ തന്നെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള പായമടഞ്ഞ പോലെയുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് എന്താ വെച്ചാൽ മണ്ണിൽ നിന്ന് നമുക്ക് ഈ മൂലകങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആയത്. ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായ ഒരു വാഴയായിരുന്നു. ഈ വാഴയുടെ പുതിയ കൂമ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂമ്പിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഫോസ്ഫറസിൻ്റെ എന്താ പറയുക, ആ ഒരു പിങ്ക് ലൈന് നമുക്ക് എന്താ വെച്ചാൽ ബാക്ക് നോക്കുന്ന സമയത്ത് ഒരു പിങ്ക് കളറിൻ്റെ അകത്തുള്ള ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഫിക്സേഷനായിട്ടുള്ള പ്രശ്നം. അത് നമ്മളുടെ പുതിയ കൂമ്പിൻ്റെ അകത്തേക്ക് കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം അത് ചെടികൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം നമ്മൾ ചേർക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സമയത്ത്, അഥവാ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചേർക്കേണ്ടതാണ് നമ്മളുടെ ഇതേപോലെയുള്ള ജീവാണുക്കളെ. അപ്പോൾ ഫോസ്ഫറസ് ഇനി നമ്മുടെ മണ്ണിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണെങ്കിൽ, അതായത് അവൈലബിൾ അല്ലാത്ത രീതിയിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഫോസ്ഫറസ് സോലുബിലൈസിങ് ബാക്ടീരിയനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോസ്ഫറസ് മണ്ണിൽ നിന്ന് ചെടികൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതേപോലെ തന്നെ മണ്ണിൻ്റെ നിലനിൽപ്പ്, അതായത് മണ്ണിൻ്റെ പുളിപ്പ് ഈ ചെടിയുടെ വേരിൻ്റെ അടുത്തൊക്കെ നമുക്ക് ക്ലിയറായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അസറ്റോബാക്ടർ അടങ്ങിയിട്ടുള്ള നമ്മുടെ ജീവാണുവളങ്ങൾ ചേർക്കുക. അത് നമ്മുടെ സോയിൽ ശക്തി അല്ലെങ്കിൽ എന്താ പറയുക സോയിൽ ഗോൾഡ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മളുടെ ഒരു ചെടീൻ്റെ അകത്ത് വാഴേൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഒരു 20 ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന വളങ്ങളെ ഫുള്ളായിട്ട് നമുക്ക് ചെടികൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഈ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.